ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാളം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രവാർത്ത തയ്യാറാക്കാം. മഴ കോരിച്ചൊരിഞ്ഞപ്പോൾ തീ അണഞ്ഞു വടക്കൻമല. ഇന്നലെ ഏതാനും മനുഷ്യർ ഞാവൽക്കാടിന് തീവെച്ചു. എന്നാൽ രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ തീ അണഞ്ഞുപോയി. നാട്ടുമനുഷ്യരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. മരങ്ങൾ മുറിക്കാനും കാട്ടിലെ മറ്റു സാധനങ്ങൾ ശേഖരിക്കാനും ഒക്കെയാണ് ഇവർ കാടിന് തീവെച്ചത്. വനത്തിലെ സ്ഥിര താമസക്കാരായ ഉണ്ടക്കണ്ണൻ, മൂങ്ങയും കൂട്ടാളികളുമാണ് ആദ്യം തീ കണ്ടത്. പക്ഷികളുടെ നേതാവായ ഗരുഡൻ അമ്മാവൻ പരിഭ്രാന്തരായ പക്ഷികളെ സമാധാനിപ്പിക്കുകയും കാട് വിട്ടുപോകാൻ തിടുക്കം കാണിച്ച ചെറുപ്പക്കാരായ പക്ഷികളെ ആശ്വസിപ്പിച്ചു നിർത്തുകയും ചെയ്യുകയായിരുന്നു. കാക്കകളെല്ലാം കാട് വിട്ടുപോയിരുന്നു. ഗരുഡൻ അമ്മാവന്റെ മനസാന്നിധ്യത്തോടെയുള്ള ഇടപെടൽ മറ്റു കിളികൾക്ക് കൂടി ശക്തി നൽകി. കനത്ത മഴ പെയ്തതോടെ മനുഷ്യർ നിരാശരായി മടങ്ങി. പക്ഷികൾക്ക് ഏറെ ആശ്വാസമാവുകയും അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മള് കഥ കേട്ടതാണല്ലേ. ഇതുപോലെ പത്രവാർത്ത തയ്യാറാക്കാൻ വളരെ എളുപ്പമല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു പത്രവാർത്ത എഴുതി നോക്കുക. ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അവിടെ പത്രവാർത്തയ്ക്കൊരു തലക്കെട്ട് വേണം, സ്ഥലം വേണം, പിന്നെയോ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. എന്താണ് സംഭവം എന്ന് കൊടുക്കണം. ഈ പത്രവാർത്ത വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ എന്താ നടന്നതെന്ന്. ഞാവൽക്കാടിന് തീവെച്ചു. മഴ പെയ്തപ്പോൾ ആ തീ അണഞ്ഞുപോയി. ആരൊക്കെയോ കാട് വിട്ടുപോയി. ഗരുഡനമ്മാവൻ തന്ത്രപൂർവ്വം നയത്തിൽ എല്ലാവരെയും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതൊക്കെ മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു പത്രവാർത്ത എഴുതി നോക്കുക. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ടീച്ചർ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു മരം സംരക്ഷിച്ചതോ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഞങ്ങളുടെ വീടിനടുത്തൊരു കുളമുണ്ട്. ഞങ്ങൾ കുട്ടികളെല്ലാം ചേർന്ന് അതിൽ ഒരുമിച്ച് കുളിച്ചും കളിച്ചും മീൻ പിടിച്ചും കുളിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ആ കുളം വറ്റിക്കാൻ തീരുമാനിച്ചതായി ഞങ്ങൾ അറിഞ്ഞു. ഒരുപാട് മീനുകളും ചെറിയ ചെറിയ ചെടികളും പായലുകളും എല്ലാം ആ കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ വെറുതെ ആ കുളത്തിനരികിൽ പോയിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ആ കുളത്തിനെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ, ചെറിയൊരു എഴുതിയൊരു തെറ്റുണ്ട്. ആ കുളത്തിനെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ഈ കുളത്തിനെ രക്ഷിക്കാൻ, ഇതിലെ മീനുകളെയും ചെടികളെയും സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരുപാട് പ്ലക്കാർഡുകളും പോസ്റ്ററുകളും നിർമ്മിച്ചു. പോസ്റ്ററുകളെല്ലാം കുളത്തിന് സമീപത്ത് ഞങ്ങൾ ഒട്ടിച്ചു. പ്ലക്കാർഡുകളെല്ലാം പിടിച്ച് ഞങ്ങൾ ഒരു ജാഥയായി തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ ഉത്സാഹവും ആവേശവും കണ്ടു നാട്ടിലെ ചെറുപ്പക്കാരും മറ്റു നല്ലവരായ ആൾക്കാരും ഞങ്ങളുടെ കൂടെ കൂടി. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ആ കുളം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഇന്നും ഏറെ സന്തോഷിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 2 പ്രവർത്തനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്, പത്രവാർത്ത തയ്യാറാക്കാനും കുറിപ്പ് തയ്യാറാക്കാനും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. മാത്രമല്ല, നമ്മളുടെ ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 8075324835. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ ദിവസവും എല്ലാ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.